2024 കഴിയാനായി. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ന്യൂ ഇയർ എത്തി. 2024 എന്തൊക്കെ ചെയ്തിട്ടും ഒരു സ്ഥലത്തും എത്താൻ പറ്റിയില്ല. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് 2025 റിച്ച് ആവണം. അതെ, 2025 റിച്ച് ആവണം. സിനിമ കാണുന്നത് പോലെ ഒരു പാട്ട് കഴിയുമ്പോഴത്തേക്ക് റിച്ച് ആവാൻ നമ്മൾ മോഹൻലാലോ മമ്മൂട്ടിയോ ശോഭനയോ ഒന്നുമല്ല. അതുപോലെ തന്നെ ഒരു ദിവസത്തിലോ 2 ദിവസത്തിലോ ഒരു മാസത്തിലോ ഒന്നും നമുക്ക് റിച്ച് ആവാൻ കഴിയില്ല. നമ്മൾ എന്തായാലും 2024 നമ്മുടെ കയ്യിൽ നിന്ന് പോയി. 2025 എങ്ങനെ നമുക്ക് റിച്ച് ആവാം? റിച്ച് ആവണമെന്നത് ഉടനെ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. അതിനുവേണ്ടി നമുക്ക് കുറച്ച് സമയം വേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പൈസ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചാണ് അടുത്തൊരു വർഷത്തിന് ശേഷമുള്ള ഇനിയുള്ള വർഷങ്ങളിൽ നമ്മൾ റിച്ച് ആവണോ അതോ എന്നും ഇതേ രീതിയിൽ പോകണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് റിച്ച് ആവാൻ വേണ്ടിയുള്ള ഒരു 7 റൂൾസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും റിച്ച് ആവും. ഞാൻ കരിഷ്മ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ നിങ്ങളോട് 7 റൂൾസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിലെ ഫസ്റ്റ് റൂളാണ് ബഡ്ജറ്റ് റൂൾ. അതായത് ബഡ്ജറ്റ് റൂളിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 50-30-20 എന്നിങ്ങനെയാണ്. എന്താണ് ഈ 50-30-20 എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ടെൻഷൻ അടിക്കേണ്ട, ഞാൻ തന്നെ പറഞ്ഞു തരാം. 50%, അതായത് നമ്മളൊരു സാലറി, ഇപ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷമോ 2 ലക്ഷമോ അതോ 15,000മോ 20,000മോ എത്ര സാലറി തന്നെ ഉണ്ടാവട്ടെ. ഞാൻ ഇത് പറയുന്നത് റിച്ച് ആയിട്ടുള്ള അതായത് ഓൾറെഡി ഒത്തിരി സാലറി കിട്ടുന്നവർക്ക് വേണ്ടിയല്ല. ഏത് തരത്തിലുള്ള സാലറി ഉള്ളവർക്കും നിങ്ങൾ ഈ ഒരു റൂൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ റിച്ച് ആവാം, ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് റിച്ച് ആവാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഈ ഫസ്റ്റ് റൂൾ, അതായത് ബഡ്ജറ്റ് റൂളിലെ 50%, നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ 50% നിങ്ങളുടെ നീഡ്സ്, അതായത് നീഡ്സ് എന്തായാലും നമ്മൾ ജീവിക്കുക, എല്ലാം കൊണ്ട് സേവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്. നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് നമ്മളുടെ അത്യാവശ്യ ഒരു ഘടകമാണ്. അതായത് നിങ്ങളുടെ റെന്റ്, EMI, കുട്ടികളുടെ പഠിത്തം, അങ്ങനെ നിങ്ങളുടെ നീഡ്സിനൊക്കെ വേണ്ടി നിങ്ങൾ 50% ഉറപ്പായിട്ട് ഉപയോഗിച്ചേ പറ്റൂ, അല്ലാതെ നമുക്ക് പറ്റില്ല. ബാക്കിയുള്ള 30% വാൻസ്, അതായത് എന്തായാലും നമ്മൾ ഒരു മാസം മുഴുവൻ ജോലി ചെയ്യുന്നു, ഓഫീസ്, അങ്ങനെ അപ്പം നമ്മളുടെ വാൻസ്, അതായത് കുറച്ച് നമുക്ക് പാർട്ടിക്ക് പോകണമെന്നോ ട്രിപ്പ് പോകണമെന്നോ അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിറവേറ്റണം. കാരണം മനുഷ്യർക്ക് അത്യാവശ്യമുള്ളതാണ്. എപ്പോഴും 24 മണിക്കൂർ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ റോബോട്ടല്ല. അപ്പോൾ അതിന് നമ്മൾ ഒരു 30% നമ്മൾ നമ്മുടെ വാൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു പ്രശ്നമില്ല, അതിനുവേണ്ടി ഉപയോഗിക്കാം. ബാക്കിയുള്ള ഒരു ചെറിയ ശതമാനം, 20%, പക്ഷേ ഈ ഒരു ചെറിയ ശതമാനമാണ് നമ്മളുടെ ഗെയിം ചേഞ്ചർ. ഈ 20% നമ്മൾ സേവിങ്സിനായിട്ട് ഉപയോഗിക്കണം. അതായത് നമ്മൾ 100%-ലെ 50% പകുതി എമൗണ്ട് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. 30% നമ്മുടെ പേഴ്സൺ, അതായത് നമ്മുടെ ഒരു ജീവിതം എൻജോയ് ചെയ്യാൻ വേണമെങ്കിൽ പറയാം, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ബാക്കി 20% നമ്മൾ സേവിങ്സിനായിട്ട് ഉപയോഗിക്കുന്നു. ഇതാണ് ഫസ്റ്റ് റൂൾ. അടുത്ത് നമുക്ക് സെക്കൻഡ് റൂൾ എന്താണെന്ന് നോക്കാം. നമ്മൾ മനുഷ്യരാണ്. നമുക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള അത്യാവശ്യ ഘടകങ്ങളാണ് വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം. അതെ, വീടിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അടുത്ത റൂൾ എന്ന് പറയുന്നത് ഹൗസ് ബൈയിങ് റൂൾ. എല്ലാവർക്കും സ്വന്തമായിട്ട് ഒരു വീട് വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവണമെന്ന് അറിയില്ല, ചിലർക്ക് റെന്റിന് താമസിക്കാനാണ് ഇഷ്ടം. നമുക്കിപ്പോൾ സെക്കൻഡ് റൂളിലേക്ക് കടക്കാം. സെക്കൻഡ് റൂളിൽ ഹൗസ് ബൈയിങ് റൂൾ. ഹൗസ് ബൈയിങ് റൂളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3-20-30 റൂൾ. 3-20-30 എന്താണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് എല്ലാവർക്കും ഒരു സാലറി ഉണ്ടാവും. ചിലപ്പോൾ എനിക്ക് മന്ത്ലി ഇൻകം 1 ലക്ഷമായിരിക്കും, ഇയർലി ഇൻകം ഒരു 10 ലക്ഷമായിരിക്കും, വേറൊരാൾക്ക് അത് 12 ആയിരിക്കും, വേറൊരാൾക്ക് 24 ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് ഇൻകം ആയിരിക്കും. അപ്പോൾ നമ്മളൊരു വീട് പണിയാൻ പോകുമ്പോൾ എത്ര രൂപയുടെ വീടാണ് നമ്മളുടെ സാലറി അനുസരിച്ച് നമുക്ക് പണിയാൻ പറ്റുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മളുടെ 3 വർഷത്തെ സാലറി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപയാണോ കിട്ടുന്നത്, ആ രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന ഒരു വീട് വേണം പണിയാൻ. കാരണം അതിലധികമായാൽ നമുക്ക് ഒരു പക്ഷേ നമ്മളുടെ ജോലി നഷ്ടമാവുകയോ അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ തന്നെ അതിലധികമായിട്ടുള്ള വീട് പണിതാൽ നമുക്ക് അതിനുള്ള തിരിച്ചടക്കാനുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. പിന്നെ 20, നമ്മൾ വീട് പണിയുന്നതിൻ്റെ 20% കാശ് നമ്മളുടെ കയ്യിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. കാരണം എല്ലാവർക്കും സ്വന്തം മുഴുവൻ കാശിട്ട് വീട് വെക്കാനുള്ള ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മൾ വീട് ഇപ്പോൾ ഒരു 45 ലക്ഷത്തിൻ്റെ വീടാണ് പണിയുന്നതെങ്കിൽ അതിൻ്റെ ഒരു 20% എങ്കിലും നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം. നമുക്ക് നമ്മളുടെ വീട് പണിയാൻ വേണ്ടി ആ ഒരു പൈസ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. പിന്നെ 30% നമുക്ക് EMI ആയിട്ട് ഉപയോഗിക്കാം. EMI അടയ്ക്കാനും നമുക്ക് എല്ലാവർക്കും എല്ലാ പൈസയും കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്തായാലും EMI ലോൺസിനെ ആശ്രയിച്ചിരിക്കും. ഈ 30% നമ്മൾ ലോൺ അടച്ചാലും നമ്മളുടെ 20% നമ്മളുടെ കയ്യിൽ സ്വന്തമായി ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ 3 വർഷത്തെ സാലറി ഒരുമിച്ചെടുക്കുമ്പോൾ എത്ര തുകയാണ് ഉണ്ടാകുന്നത്, ആ ഒരു തുകയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന ഒരു വീട് വേണം നമ്മൾ പണിയാൻ. ഇതാണ് സെക്കൻഡ് റൂളായ ഹൗസ് ബൈയിങ് റൂളിൽ വരുന്നത്. അടുത്ത് നമ്മൾ പോകുന്നത് തേർഡ് റൂളാണ്. എന്തായാലും നമ്മളൊരു വീട് പണിതു, വീടിന്റെ ഫ്രണ്ടിൽ കാറില്ലെങ്കിൽ എന്താ ഒരു ആഘോഷമല്ലേ. അപ്പോൾ അടുത്ത റൂളാണ് കാർ ബൈയിങ് റൂൾ. ഇത് വരുന്നത് 24-10. ഈ 24-10 എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം.
വെച്ചാൽ നമ്മൾ ഈ കാർ എന്തായാലും ഫുൾ പേയ്മെൻറ്റിൽ നമ്മൾ എടുക്കില്ല. നമ്മളെന്തായാലും വീടിന് വേണ്ടി നമ്മളൊരു EMI എടുത്തിട്ടുണ്ടാകും ഓൾറെഡി. അത് നമ്മൾ 5 വർഷത്തിലോ 10 വർഷത്തിലോ 15 വർഷത്തിലോ ആയിരിക്കും അടച്ചു തീർക്കുന്നത്. പക്ഷേ ഒരു കാറിൻ്റെ EMI മിനിമം ഒരു 4 വർഷത്തിനുള്ളിൽ നമുക്ക് അടച്ചു തീർക്കാൻ പറ്റണം. പിന്നെ ഒരു 20%, നമ്മളൊരു കാർ വാങ്ങുന്നതിൻ്റെ 20% രൂപയെങ്കിലും നമ്മളുടെ കയ്യിൽ സ്വന്തമായിട്ട് ഉണ്ടാവണം. അതൊരു ബേസിക് ആണ്. കാരണം അത് എന്തായാലും കാർ വാങ്ങുന്നത് ഒരു അസറ്റായിട്ട് നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ സാധിക്കില്ല. കാരണം ഇതൊരു ഡിപ്രിഷിയേറ്റിംഗ് അസറ്റ് എന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മളുടെ തേർഡ് റൂളായ കാർ ബൈയിങ് റൂളിൽ പറയുന്നത് 20% നമ്മളുടെ കയ്യിൽ എന്തായാലും കാശ് ഉണ്ടാവണം. 4 വർഷത്തിനുള്ളിൽ നമ്മളിത് അടച്ചു തീർക്കണം. ബാക്കി വരുന്ന ഈ 10% ആണ് EMI, അതുപോലെ തന്നെ കാറിൻ്റെ മെയിൻ്റനൻസ്, പെട്രോൾ, ഡീസൽ, ഇതെല്ലാം വരുന്നത് ഈ ഒരു 10%ൻ്റെ അകത്താണ്. അടുത്ത് നമ്മൾ 4th റൂളിലേക്ക് കടക്കാൻ പോവുകയാണ്. 4th റൂളിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫോണാണുള്ളതെന്നും ആ ഫോണിന് എത്ര രൂപയാണെന്നും എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടാൻ സാധിക്കുമോ? പെട്ടെന്ന് തന്നെ ഇട്ടോളൂ. കാരണം ഫോൺ വാങ്ങുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ, എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഐഫോൺ എത്ര 40 ഏതാ ലേറ്റസ്റ്റ് മോഡൽ, അത് പിന്നെ X23, X24 അൾട്ര, അങ്ങനെ എല്ലാ ലേറ്റസ്റ്റ് മോഡൽ ഫോണായിരിക്കും. പക്ഷെ നിങ്ങളുടെ മന്ത്ലി സാലറി എത്രയാണ്? നമ്മളൊരു ഫോൺ വാങ്ങാൻ പോകുന്നതിന് മുന്നേ ആദ്യം ചിന്തിക്കേണ്ടത് മൊബൈൽ ബൈയിങ് റൂളാണ് നമ്മളുടെ 4th റൂൾ. അതായത് നമ്മുടെ സാലറീൻ്റെ, അതായത് ഒരു വർഷം നിങ്ങൾക്ക് ഇപ്പോൾ 15 ലക്ഷം രൂപയാണ് ലഭിക്കുന്നതെന്ന് വിചാരിക്കൂ. ആ 15 ലക്ഷം രൂപയുടെ 2% മാത്രമേ നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങാനായി ഉപയോഗിക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് 15 ലക്ഷം രൂപയാണ് നിങ്ങളുടെ സാലറി എങ്കിൽ അതിൻ്റെ 2% എന്ന് പറയുന്നത് 30,000 രൂപയുടെ ഒരു ഫോൺ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അടുത്ത നമ്മുടെ 5ാമത്തെ റൂളാണ് എമർജൻസി ഫണ്ട് റൂൾ. എന്താണ് എമർജൻസി ഫണ്ട് റൂൾ? ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, കാണുന്ന നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, ജോലി ഇല്ലാത്തവരുമുണ്ട്. കാരണം ഇപ്പോൾ ജോലി കിട്ടി നാളെ എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. നമ്മളൊരു പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് നമ്മളുടെ ജോലി സ്ഥിരമായിട്ടുണ്ടോ, നാളെ എന്താണ്, ഒരു മാസം കഴിഞ്ഞാൽ എന്താണ്, ഒരു വർഷം കഴിഞ്ഞാൽ എന്താണ്, അതായത് ഇന്ന് തന്നെ പുറത്താക്കുമോ എന്നതിന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ജോലിയിൽ നിന്ന് നമ്മൾ പുറത്താക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റേബിളായിട്ട്, അതായത് എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ കുറച്ച് കാശ് സേവ് ചെയ്ത് വെക്കണം. കാരണം ഇപ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെടുകയാണെങ്കിലും അടുത്ത ജോലി അന്വേഷിക്കാനുള്ള ഒരു ഗ്യാപ്പ് 1 മാസമോ 2 മാസമോ 3 മാസമോ മിനിമം ഒരു 3 മുതൽ 6 മാസം വരെയുള്ള ഒരു ഇൻകം നമുക്ക് സ്റ്റേബിളായിട്ട് നമുക്കൊരു എമർജൻസി ഫണ്ടായിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഒരു 50,000 രൂപയാണ് നിങ്ങളുടെ മാസ വരുമാനമെങ്കിൽ അതൊരു 3 മാസത്തേക്ക് സേവ് ചെയ്ത് വെക്കുമ്പോൾ ഒരു 1.5 ലക്ഷം, അതുപോലെ തന്നെ ഒരു 6 മാസത്തെ ഒരു 3 ലക്ഷം രൂപ നിങ്ങൾ എപ്പോഴും സേവ് ചെയ്ത് വെക്കണം. അതൊന്നിനു വേണ്ടിയും ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് നമ്മളുടെ ജോലി നഷ്ടപ്പെടുകയോ നമുക്ക് ഒരു ഏതെങ്കിലും സാഹചര്യം കൊണ്ട് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാതാവുകയോ ചെയ്താൽ ഉപയോഗിക്കേണ്ട കാശായി അത് നമ്മൾ എപ്പോഴും സേവ് ചെയ്ത് വെക്കണം. എന്ത് എമർജൻസി ഉണ്ടെങ്കിൽ അത് എടുക്കാൻ പാടില്ല. കാരണം നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. നമ്മുടെ 6ാമത്തെ റൂളാണ് ക്രെഡിറ്റ് കാർഡ് യൂസേജ് റൂൾ. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്ത ആരാണല്ലേ ഉള്ളത്? നമുക്കിപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അതിൽ നിന്ന് കടമെടുക്കാൻ പറ്റും. നമ്മളുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് അത് നമ്മുടെ നീഡ്സ് എല്ലാം ക്രെഡിറ്റ് കാർഡിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ 6th റൂളായ ക്രെഡിറ്റ് കാർഡ് യൂസേജ് റൂള്, അതായത് അനാവശ്യമായിട്ട് ക്രെഡിറ്റ് കാർഡിലെ ലോൺ എടുക്കുകയും ആവശ്യങ്ങൾ, അതായത് ഷോപ്പിങ്ങിന് പോകുന്നു, ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു, അതിനുശേഷം വെറും തുച്ഛമായ പൈസ, മിനിമം പേയ്മെൻറ്റ്, അതായത് 2,000-3,000 കൊടുത്ത് ഒന്ന് ഒതുക്കി വെക്കുന്നു. പക്ഷേ ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. പലിശയുടെ പലിശ കയറും, അവസാനം തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാവും. നമ്മളുടെ ആവശ്യങ്ങൾക്ക്, അതായത് വീട് പണിയും അതുപോലെ കാറ് വാങ്ങുന്നത് പോലുള്ള വലിയ ആവശ്യങ്ങൾക്കായി നമ്മൾ മറ്റൊരു ബാങ്കിലേക്ക് ലോണിന് പോകുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയുകയും നമുക്ക് ലോൺ എടുക്കാൻ പറ്റാത്ത വലിയൊരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോഴുള്ള നിയന്ത്രണം, നമുക്ക് എപ്പോഴും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു കൺട്രോൾ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. അതാണ് 6th റൂൾ, ക്രെഡിറ്റ് കാർഡ് യൂസേജ് റൂൾ. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൂളാണ് 7th റൂൾ ഓഫ് 72. അതായത് നമ്മളുടെ എമൗണ്ടിനെ ഡബിൾ ആക്കണം. ഇപ്പോൾ ഞങ്ങൾ ചോദിക്കുകയാണ്, കരിഷ്മ എൻ്റെ ഒരു 10 ലക്ഷം രൂപ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഈ പൈസ ഒന്ന് ഡബിൾ ആക്കണം, അതായത് ഇതിനെ ഇരട്ടിയാക്കണം, ഈ പൈസ ഞാൻ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 10 ലക്ഷം ഉണ്ടെങ്കിൽ അത് മ്യൂച്വൽ ഫണ്ടിലോ അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യൂ. പേടിക്കേണ്ട, ഇതിനെക്കുറിച്ച് അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവും. പക്ഷെ നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യൂ. അറിയാത്ത, അതായത് പേടിയാണ്, ചിലർക്ക് പേടിയുണ്ട്, എൻ്റെ പൈസ നഷ്ടമാവോ, ഒരു കാര്യം അറിയാതെ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടമുണ്ടായാൽ ഞാൻ എന്ത് ചെയ്യും? പൈസയാണല്ലോ. അതെ, ഇത് പൈസയാണ്, നമുക്ക് വെറുതെ കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പരീക്ഷയ്ക്ക് പഠിക്കാതെ പോയാൽ നമ്മൾ ഉറപ്പായിട്ടും തോക്കും. പക്ഷേ പഠിച്ചിട്ട് പരീക്ഷ എഴുതിയാൽ നമ്മൾ ഉറപ്പായിട്ടും ജയിക്കും. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്.
സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ കമ്പനികളിൽ പൈസ നിക്ഷേപിച്ചാലാണ് നമുക്ക് നല്ല റിട്ടേൺ കിട്ടുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അറിയണമെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ഇടൂ. ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് മറ്റൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഫസ്റ്റ് റൂളിൽ തന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു 20% ഓഫ് എമൗണ്ട് നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. ഈ സേവ് ചെയ്ത പണം നമുക്ക് എങ്ങനെ ഡബിൾ ആക്കാം എന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതാണ് റൂൾ ഓഫ് 72. നിങ്ങളുടെ പൈസ ഇപ്പോൾ തന്നെ ഡബിൾ ആക്കൂ. അത് മ്യൂച്വൽ ഫണ്ടിലോ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പൈസ ഡബിൾ അല്ല ട്രിപ്പിൾ അല്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിംഗ് പഠിച്ച് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ വളരെ ഒരു വലിയ തുകയായി വളർത്താവുന്നതാണ്. ഇതാണ് നിങ്ങൾക്ക് റിച്ച് ആവാനുള്ള 7 റൂളുകൾ. ഈ റൂളുകൾ നിങ്ങൾ ശരിയായി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ 2024 നിങ്ങൾക്ക് നടന്നതല്ല 2025 നടക്കാൻ പോകുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ റിച്ച് ആകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മണി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.